ഹായ് ഫ്രണ്ട്സ്, ജലാലുദ്ദീനാണ്. ഞാനിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു ടെക്നിക്കൽ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിലധികം വാട്സപ്പിൽ ഉപയോഗിക്കുന്നതാണ്, സെയിം ഡിവൈസിൽ തന്നെ. അതിനുവേണ്ടി നമ്മൾ തേർഡ് പാർട്ടി വാട്സപ്പ് ആപ്ലിക്കേഷനുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ മെയിൻ ആപ്ലിക്കേഷനിൽ തന്നെ 2 വാട്സപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി നമ്മുടെ ഫോണിലെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ മുകളിലായി കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായി സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം, അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ QR കോഡും അതിൻ്റെ സൈഡിലായിട്ടൊരു പ്ലസ് ചിഹ്നവും കാണാം. ആ പ്ലസ് ചിഹ്നത്തിൽ ടാപ്പ് ചെയ്യുക. പ്ലസ് ചിഹ്നത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അക്കൗണ്ടും കാണാം. അതിനിടയിൽ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. ആഡ് അക്കൗണ്ടിൽ ടാപ്പ് ചെയ്യുക. ആഡ് അക്കൗണ്ടിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഒരു പുതിയൊരു വാട്സപ്പ് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇഗ്രി ആൻഡ് കണ്ടിന്യൂ ടാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് നമ്പറാണോ ഉപയോഗിക്കാൻ പുതുതായി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം നോർമലി വാട്സപ്പ് ലോഗിൻ ചെയ്യുന്ന അതേ സെയിം പ്രൊസീജിയർ തന്നെ OTP വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അതിനിടയിൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ചോദിക്കുന്നതാണ്, അതും ഓപ്പൺ ആക്കി കൊടുക്കുക. ശേഷം ഇപ്പോൾ നമ്മുടെ 2ാമത്തെ വാട്സപ്പ് അക്കൗണ്ടും ലിങ്ക് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പഴയ വാട്സപ്പ് അക്കൗണ്ട് എങ്ങനെ ഇതിൽ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി വീണ്ടും മുകളിലായി കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഏറ്റവും അടിയിലായി കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നതോടെ പഴയ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. ഇതുപോലെ നമുക്ക് 2 വാട്സപ്പ് അക്കൗണ്ടുകൾ സെയിം വാട്സപ്പിൻ്റെ മെയിൻ ആപ്ലിക്കേഷനിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.